സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴ. തിരുവനന്തപുരം തെങ്കാശി റോഡിലെ ഇളവട്ടത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘന, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ മലയോര മേഖലയിൽ മാത്രം നല്ല മഴ, ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് നിലവിലെ സാഹചര്യം? ഈ ഗതാഗതം തടസ്സപ്പെട്ട കാര്യം അത് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണോ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ സമരത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇനി രാത്രി മണിക്കൂറുകളോളം തന്നെ മഴ തുടരുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തീരപ്രദേശ മലയോര മേഖലകളിൽ മഴ ശക്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിലെല്ലാം മഴ മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗതാഗത തടസ്സമുണ്ട് എന്നുള്ളതാണ്. അതിൽ തിരുവനന്തപുരം തെങ്കാശി റോഡിൽ ഇളവട്ടത്താണ് ഇപ്പോൾ റോഡിൽ വെള്ളം കയറി ഒരു ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത്. വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ സമീപ പ്രദേശത്തിലെ തോട്ടിലെയും പുഴയിലെയും വെള്ളമാണ് റോഡിലേക്ക് കയറിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ചെറിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനാകില്ല. അതുപോലെ തന്നെ വലിയ വാഹനങ്ങളടക്കം ഈ വഴി തിരിച്ചുവിടുന്ന ഒരു വിവരം വരുന്നു. അതുപോലെ തന്നെ കുറുപുഴ ജംഗ്ഷനിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിലും ഇതേ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ അതിശക്തമായ രീതിയിൽ അത് മധ്യത്തിലടക്കം വെള്ളം കെട്ടാനുള്ള ഒരു സാധ്യതയടക്കം നിലവിലുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിലും തീരപ്രദേശ മേഖലകളിലുമാണ് അതിശക്തമായ മഴ തുടരുന്നത്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.